ഹായ് ഫ്രണ്ട്സ്, PSC വേർഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ INC സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് കാണാത്തവരാണ് തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ LDCക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കൂടിയാണ്. എന്തെങ്കിലും തെറ്റുകളോ അപാകതകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ് കേട്ടോ. LDCയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് PSC വേർഡ് എന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി. INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആരാണ്? ആൽഫ്രഡ് വെബ്. ആൽഫ്രഡ് വെബാണ് INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി. അടുത്ത ക്വസ്റ്റ്യൻ, ആൽഫ്രഡ് വെബ് അധ്യക്ഷനായ INC സമ്മേളനം ഏതാണ്? ആൽഫ്രഡ് വെബ് അധ്യക്ഷനായ INC സമ്മേളനമാണ് 1894 മദ്രാസ് സമ്മേളനം. 1894 മദ്രാസ് സമ്മേളനമാണ് ആൽഫ്രഡ് വെബ് അധ്യക്ഷനായ INC സമ്മേളനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. 1896 കൊൽക്കത്ത സമ്മേളനമാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? റഹ്മത്തുള്ള സയാനി. 1896 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? റഹ്മത്തുള്ള സയാനി. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമയത്ത് കോൺഗ്രസിലെ അധ്യക്ഷനാരായിരുന്നു? റഹ്മത്തുള്ള സയാനി. അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? INC പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് C ശങ്കരൻ നായർ. ആരാണ്? INC പ്രസിഡന്റായ ആദ്യ മലയാളി C ശങ്കരൻ നായർ. ഒന്നും കൂടി നോക്കാം. INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. 1896 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ആൽഫ്രഡ് വെബാണ്. വന്ദേ മാതരം ആദ്യമേ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷനാരായിരുന്നു? റഹ്മത്തുള്ള സയാനി. INC പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? C ശങ്കരൻ നായർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം ഏതാണ്? C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം 1897 അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനമാണ് C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം ഏതാണ്? INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനമാണ് 1899 ലക്നൗ സമ്മേളനം. 1899 ലക്നൗ സമ്മേളനത്തിലൂടെയാണ് INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? RC ദത്ത്. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ്? RC ദത്ത്. 1899 ലക്നൗ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം ഏതാണ്? 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ദിൽഷ ഇ വാച്ച. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ദിൽഷ ഇ വാച്ച. അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി ആരാണ്? INC പ്രസിഡന്റായ നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ. 1904 ബോംബെ സമ്മേളനം. ഓക്കെ, ആദ്യത്തെ വിദേശി ആരായിരുന്നു? ജോർജ് യൂളാണ്. 1888 അലഹബാദ് സമ്മേളനം. രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ ആണ്. 1889 ബോംബെ സമ്മേളനം. മൂന്നാമത്തെ വിദേശി ആരായിരുന്നു? ആൽഫ്രഡ് വെബ് ആയിരുന്നു. 1894 മദ്രാസ് സമ്മേളനം. ഓക്കെ, എന്തൊക്കെ നമ്മൾ പഠിച്ചു? C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം ഏതാണ്? 1897 അമരാവതി സമ്മേളനമാണ്. INC ഭരണഘടന രൂപീകരണം എന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം ഏതാണ്? 1899 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ RC ദത്ത്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ദിൽഷ ഇ വാച്ച. INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ജോർജ് യൂളാണ്. 1888 അലഹബാദ് സമ്മേളനം. രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വെഡർബേൺ ആണ്. 1889 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. 1894 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. ഓക്കെ, അപ്പോൾ നാലാമത്തെ INC പ്രസിഡന്റായ വിദേശി ആരായിരുന്നു? ഹെൻറി കോട്ടൺ. 1904 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ഏതാണ്? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. 1905 ബനാറസ് സമ്മേളനം സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമായിരുന്നു. 1905 ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ് 1905 ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ബംഗാൾ വിഭജനം നടന്നത്. ആ സമയത്ത് INC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം ഏതാണ്? സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം. 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. ഒന്നും കൂടി നമുക്ക് നോക്കാം അല്ലേ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം 1905 ബനാറസ് സമ്മേളനമാണ്. 1905 ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം. 1906 കൊൽക്കത്ത സമ്മേളനത്തിലൂടെയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ഏതാണ്? 1905 ബനാറസ് സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. അതായത് സ്വരാജ് എന്ന പദം ആദ്യമായി ഉയർത്തിയ INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ദാദാഭായ് നവറോജി. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനം ഏതായിരുന്നു? 1907 സൂററ്റ് സമ്മേളനം. 1907 സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനമായിരുന്നു 1907 സൂററ്റ് സമ്മേളനം. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനം ഏതാണ്? കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. 1908 മദ്രാസ് സമ്മേളനത്തിലൂടെയാണ് കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനം. അതിന്റെ അധ്യക്ഷനും ആര് തന്നെയാണ്? റാഷ് ബിഹാരി ഘോഷാണ്. റാഷ് ബിഹാരി ഘോഷാണ് കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ചപ്പോൾ INCയുടെ അധ്യക്ഷനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നു മദൻ മോഹൻ മാളവ്യ. ഏത് സമ്മേളനത്തിലൂടെയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്നിട്ടുള്ളത്? 1909 ലാഹോർ സമ്മേളനം. 1909 ലാഹോർ സമ്മേളനത്തിലൂടെയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്നിട്ടുള്ളത്. അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനമായിരുന്നു 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതായിരുന്നു? 1911 കൊൽക്കത്ത സമ്മേളനം. അതിന്റെ അധ്യക്ഷനാരാണ്? BN ദാർ ആണ്. BN ദാർ ആണ് 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം. ഓക്കെ, എങ്കിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതിന്റെ അധ്യക്ഷനും ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതായിരുന്നു? 1911 കൊൽക്കത്ത സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ BN ദാർ ആണ്. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനം ഏതായിരുന്നു? 1907 സൂററ്റ് സമ്മേളനം. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷനും ആര് തന്നെയായിരുന്നു? റാഷ് ബിഹാരി ഘോഷാണ്. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. 1909 ലാഹോർ സമ്മേളനം. ഓക്കെ, ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷൻ BN ദാർ ആണ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏതാണ്? 1912 ബങ്കിപ്പൂർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ ആരായിരുന്നു? RN മതോൾക്കർ ആണ്. RN മതോൾക്കർ ആണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം ഏതാണ്?
മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിലൂടെയാണ് മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനം ഏതായിരുന്നു? നമ്മൾ പഠിച്ചു. 1907 സൂററ്റ് സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ രാജ് ബിഹാരി ഘോഷ് എന്ന് പറഞ്ഞു. ഇതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? AC മജുംദർ. AC മജുംദർ ആണ് 1916 ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനം, മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ AC മജുംദർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. INC പ്രസിഡന്റായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശി വനിത ആരായിരുന്നു? ആരാണ്? ആനി ബസന്റ്. INC പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ആദ്യ വിദേശി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ആനി ബസന്റ്. INC പ്രസിഡന്റായ ആദ്യ വിദേശി വനിത എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. INC പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. INC പ്രസിഡന്റായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് പങ്കെടുത്ത INC സമ്മേളനം ഏതാണ്? ആനി ബസന്റ് പങ്കെടുത്ത INC സമ്മേളനമാണ് 1917 കൊൽക്കത്ത സമ്മേളനം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 1917 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം. അധ്യക്ഷൻ RN മതോൽക്കർ ആണ്. മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം ഏതായിരുന്നു? 1916 ലക്നൗ സമ്മേളനം. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ AC മജുംദർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്താ നോക്കിയത്? INC പ്രസിഡന്റായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശി വനിത എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് പങ്കെടുത്ത INC സമ്മേളനം 1917 കൊൽക്കത്ത സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം ഏതാണ്? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനമാണ് 1919 അമൃത്സർ സമ്മേളനം. 1919 അമൃത്സർ സമ്മേളനമാണ് ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു ആയിരുന്നു 1919 അമൃത്സർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. എന്താണ് ക്വസ്റ്റ്യൻ? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനമാണ് 1919 അമൃത്സർ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാണ്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 1920 കൊൽക്കത്ത സമ്മേളനം. 1920 കൊൽക്കത്ത സമ്മേളനത്തിലൂടെയാണ് ഗാന്ധിജി നിസ്സഹരണ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധ്യക്ഷൻ ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആയിരുന്നു 1920 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ വിജയരാഘവാചാര്യ. വിജയരാഘവാചാര്യയാണ് 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം 1919 അമൃത്സർ സമ്മേളനം. വേറെ രീതിയിലും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു മോത്തിലാൽ നെഹ്റു. ഓക്കെ, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം 1920 കൊൽക്കത്ത സമ്മേളനം. അതിന്റെ അധ്യക്ഷനായിരുന്നു ലാലാ ലജ്പത് റായ്. നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ വിജയരാഘവാചാര്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് സമ്മേളനം. 1921 അഹമ്മദാബാദ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? CR ദാസും ഹക്കീം അജ്മൽ ഖാനുമായിരുന്നു. ഓക്കെ, CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം 1921 അഹമ്മദാബാദ് സമ്മേളനം. നിസ്സഹരണ പ്രസ്ഥാനം
പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കുവാൻ തീരുമാനിച്ച INC സമ്മേളനമാണ് 1922 ഗയ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ CR ദാസ് ആണ്. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? CR ദാസ് ആണ്. ഒന്നുകൂടി നോക്കാം. CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം 1921 അഹമ്മദാബാദ് സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം 1922 ഗയ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? CR ദാസ് ആണ്. ഓക്കെ. സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കുവാൻ തീരുമാനിച്ച INC സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? CR ദാസ് ആണ്. ഓക്കെ. നമ്മൾ പഠിച്ചത് INC എന്ന ടോപ്പിക്സ് നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവരെ തീർച്ചയായും ഫസ്റ്റ് ക്ലാസ് കാണുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.